ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് നിലവിൽ പ്രചാരത്തിലുള്ള 100, 500 രൂപ നോട്ടുകളിൽ പ്രധാന സുരക്ഷാ മാറ്റങ്ങൾ വരുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2026 കറൻസി അപ്ഡേറ്റിൻ്റെ ഭാഗമായാണ് ഈ നടപടി. എന്നാൽ ഇത് 2016 നോട്ട് നിരോധനമല്ലെന്നും നിലവിലുള്ള നോട്ടുകൾ അസാധുവാകില്ലെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. നോട്ടുകളുടെ രൂപകൽപ്പനയിൽ മാറ്റമില്ലെങ്കിലും അവയുടെ സുരക്ഷയും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നതിനായുള്ള പരിഷ്കാരങ്ങളാണ് വരുത്തുന്നത്. നോട്ടുകളുടെ പ്രിന്റിംഗ് കൂടുതൽ വ്യക്തത ഉറപ്പാക്കുക, അതുപോലെ നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മഷി മങ്ങുന്നത് തടയാൻ കൂടുതൽ കരുത്തുള്ള മഷി ഉപയോഗിക്കും. വാട്ടർമാർക്കിൻ്റെ വ്യക്തത വർദ്ധിപ്പിക്കുകയും മൈക്രോ ലൈറ്ററിംഗ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. അതുപോലെ കാഴ്ച പരിമിതിയുള്ളവർക്കും മറ്റും നോട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ടാക്ടൈൽ മാർക്കുകൾ കൂടുതൽ വ്യക്തമാക്കും. ദൈനംദിന ഇടപാടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നോട്ടുകളാണ് 100 രൂപയും 500 രൂപയും. നിരന്തരമായ ഉപയോഗം മൂലം ഇവ പെട്ടെന്ന് കേടുവരാൻ സാധ്യത ഉള്ളതിനാലാണ് ഈടുനിൽപ്പ് വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് തടയാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും RBI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് RBI അറിയിച്ചു. നിലവിൽ നിങ്ങളുടെ കൈവശമുള്ള 100, 500 രൂപ നോട്ടുകൾ നിയമപരമായി സാധുതയുള്ളതാണ്. അവ തുടർന്നും ഉപയോഗിക്കാം. പഴയ നോട്ടുകൾ ബാങ്കുകളിൽ നൽകി മാറ്റേണ്ട ആവശ്യവുമില്ല. പുതിയ സുരക്ഷാ ഫീച്ചറുകളുള്ള നോട്ടുകൾ ബാങ്കുകൾ വഴിയും ATMകൾ വഴിയും ഘട്ടം ഘട്ടമായി മാത്രമേ വിപണിയിലെത്തുകയുള്ളൂ. അടുത്ത അറിയിപ്പ്: വായ്പ തിരിച്ചടക്കാത്തവരെ ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന രീതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ കടുത്ത വീണ്ടെടുക്കൽ നടപടികൾ ഭയന്ന് നിരവധി പേർ ജീവനൊടുക്കിയെന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ബാങ്കിൻ്റെ ഇടപെടൽ. വായ്പ തിരിച്ചുപിടിക്കുന്നതിനായി ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്ന കരട് മാർഗനിർദ്ദേശം RBI ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. മാർഗനിർദ്ദേശം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കരട് നിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്താക്കളുടെ പരാതികൾ ആദ്യം പരിഹരിച്ചതിന് ശേഷമേ വീണ്ടെടുക്കൽ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. വായ്പ തിരിച്ചടക്കാൻ കഴിയാത്തതിനുള്ള കാരണങ്ങൾ ബാങ്കുകൾ മനസ്സിലാക്കുകയും ആവശ്യമായാൽ ആശ്വാസ നടപടികൾ പരിഗണിക്കുകയും വേണം. വായ്പ വീണ്ടെടുക്കൽ ചുമതലപ്പെടുത്തിയ റിക്കവറി ഏജന്റിന്റെ വിവരങ്ങൾ ഉപഭോക്താവിനെ മുൻകൂട്ടി അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തൽ, അധിക്ഷേപം, അപമാനകരമായ സന്ദേശങ്ങൾ എന്നിവയ്ക്ക് വ്യക്തമായ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫോൺ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ വഴിയുള്ള അനുചിതമായ ബന്ധപ്പെടലുകൾ അനുവദനീയമല്ല. വായ്പ എടുത്തവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരെ ഉപദ്രവിക്കരുതെന്നും കരട് രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. വായ്പ തിരിച്ചടക്കാത്തവരെ ബന്ധപ്പെടാനുള്ള സമയക്രമവും RBI നിശ്ചയിച്ചിട്ടുണ്ട്. പുതിയ മാർഗനിർദ്ദേശപ്രകാരം രാവിലെ 8 മുതൽ വൈകുന്നേരം 7 വരെ മാത്രമേ ബാങ്കുകൾക്കും ഏജന്റുമാർക്കും ബന്ധപ്പെടാൻ പാടുള്ളൂ. കടം വാങ്ങിയവരും ഗ്യാരണ്ടിയായി നിന്നവരും ഒഴികെ മറ്റാരെയും സമീപിക്കാൻ അനുവാദമില്ല. മരണം, വിവാഹം തുടങ്ങിയ കുടുംബചടങ്ങുകളുള്ള വീടുകളിൽ വീണ്ടെടുക്കൽ നടപടികൾക്കായി എത്തുന്നത് ഒഴിവാക്കണം. ചില സാഹചര്യങ്ങളിൽ നേരിൽ കാണാൻ താൽപ്പര്യമില്ലെന്ന് ഉപഭോക്താവ് അറിയിച്ചാൽ അത് മാനിക്കണമെന്നും RBI വ്യക്തമാക്കി. ബാങ്കിംഗ് മേഖലയിൽ ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിന് ഈ മാർഗനിർദ്ദേശങ്ങൾ നിർണായകമായ ചുവടുവെപ്പായി വിലയിരുത്തപ്പെടുന്നു. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.